മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നില്ലേ എന്റെ ആരൊക്കെയോ ആയിരുന്ന ഒരു ആയയെ പറ്റി. അവരുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്. ഇവരെ കുറിച്ച് ഇന്ന് ഓർക്കാനോ ഒരു തിരി കൊളുത്താനോ ആരുമില്ല. പക്ഷെ എല്ലാ വർഷവും ഞാനിത് മുടക്കമില്ലാതെ ചെയ്യാറുണ്ട്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ആവുന്ന കരുതി. അതിനെന്തൊക്കെ ഞാൻ ഒരു സ്ഥലം കാണിച്ചുതരാം. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ വാങ്ങിയ ഒരു തുണ്ട് ഭൂമി. 6 അടിയുടെ ആവശ്യമേ ഉള്ളൂ എത്ര കൊടി കുത്തിയവന്. പക്ഷെ ഞാൻ അല്പം ഒന്ന് ലാവിഷായി. 8x4 8 അടി. അവസാനമായി കിടക്കുമ്പോ സൗകര്യമായിട്ട് കാലം കഴിഞ്ഞ് നിർത്തി കിടക്കട്ടെ. സ്ഥലം ഇഷ്ടപ്പെട്ടോ? തന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിശുദ്ധ മണിനാഥം അത് മുഴങ്ങിയേ വേണ്ടു എന്റെ യാത്ര ആരംഭിക്കാൻ. മടങ്ങാം. എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ജിടി വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഗുഡ് ഈവനിങ് ദോസ്. പുതിയ മാളങ്ങളും പുതിയ തീരുമാനങ്ങളും എക്കാലത്തും മറച്ചു വെക്കാമെന്ന് കരുതിയോ? ഹലോ ദോസ്, തീർന്നില്ലടാ നിന്റെ ഫാസിനേഷൻ. പുത്തമ്പരക്കിലെ ജെയിംസ് കുട്ടി എന്നാ ഇത്രയ്ക്ക് സ്വാർത്ഥനായത്? നീ പറഞ്ഞു വരുന്നത് അരുന്ധതിയുടെ കാര്യമാണെങ്കിൽ നിനക്ക് തെറ്റുപറ്റി. അരുന്ധതി ഇപ്പോൾ എന്റേത് മാത്രമാണ്. ഓഹോ, മറ്റാർക്കും അവരുടെ മേലിൽ ഒരവകാശവാദവും സ്ഥാപിക്കാനാവില്ല. ബെറ്റർ ഫർഗെറ്റ്. ഞാൻ പറയാറില്ലേ, ഈ ജിടിയുടെ ദൃഷ്ടി വീണ ഒരു മുട്ടും ജിടിക്കായി വിടരാതിരുന്നിട്ടില്ല. ദോസ്, ഒന്ന് ഓർത്തിരിക്കുന്നത് നന്ന്. എവിടെ ആയാലും ഞങ്ങളില്ലാതെ നിനക്ക് തനിച്ചൊരു നിലനിൽപ്പില്ല. എനിക്ക് നിന്റെ ഈ ഞങ്ങളെന്ന പ്രയോഗത്തോട് പരമ പുച്ഛമാണ്. ഞാൻ അവിടെ നിന്ന് ആരംഭിക്കണം. ജെയിംസിന്റെ പ്രശ്നങ്ങൾക്ക് ജെയിംസ് മാത്രമാണ് പരിഹാരം. ആഹാ, നിന്റെ സംസാരത്തിന് സ്റ്റൈലുണ്ടല്ലോ, സൂപ്പർ. ബട്ട് വൺ തിങ്, പ്രായോഗിക ബുദ്ധി അത് നന്നായി കുറഞ്ഞുപോയി. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ശത്രുവിനെ നീ തെരഞ്ഞെടുക്കില്ലായിരുന്നു. എടാ കഴിവറടാ മോനെ ജോർജൂട്ടി, ആ ആഗ്രഹം മുളയിലെ അങ്ങ് നുള്ളിക്കള. പുത്തമ്പരക്കിലെ ജെയിംസാ പറയുന്നത്. സാറ് ചെല്ല്, നേരം കളയാതെ മഞ്ഞ് വീഴുന്നതിന് മുമ്പ് വേറെ വല്ല ടൗൺ ബസ്സും പിടിക്കാൻ നോക്ക്. എക്സൈറ്റഡ് ആവാതെ. ആരംഭത്തിൽ ഇങ്ങനെ ചൂടായാൽ ക്ലൈമാക്സിന്റെ ത്രില്ല് നഷ്ടപ്പെടും. ഒന്നോർത്തോ, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ സ്വകാര്യ സ്വത്ത് ഇഷ്ടകാമുകി അവളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ജസ്റ്റ് ഫോർ എ ഡേ. ബേസിക്കലി ഞാനൊരു സമാനപ്രിയനാണ്. ഇരുപത്തേഴ് വർഷമായി ഈ സ്കൂളും പരിസരവുമായിരുന്നു എൻ്റെ ലോകം. പോകാൻ മറ്റൊരിടമുണ്ടായിട്ടല്ല, എങ്കിലും പോയല്ലേ പറ്റൂ. മാനേജ്മെന്റിന്റെ തീരുമാനം മറികടക്കാനാവില്ലല്ലോ. ഞാനിവിടെ ഉള്ളപ്പോ അങ്ങനെ ഒരു തോന്നലിന്റെ ആവശ്യമുണ്ടോ? എന്റെ മനസ്സിൽ അച്ഛന്റെ സ്ഥാനം മാഷക്ക്. മാഷ എങ്ങും പോരുത്. വയ്യ കുട്ടി, ഈ ചുറ്റുപാടുകളിൽ നിന്ന് വേറിട്ട് ഈ നാട്ടിൽ തന്നെ താമസിക്കാന്ന് വെച്ചാ അതെന്നെ കൊണ്ടാവില്ല. മോള് എന്നെ നിർബന്ധിക്കരുത്. ഈ സ്കൂളിൽ വന്നതും മേനു സാറിനെ പരിചയപ്പെട്ടതുമെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഞാനിവിടെ ജോയിൻ ചെയ്തതിന്റെ പിറ്റേന്നാ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. സാറും പോയി. മോള് ചെല്ല. ഞാൻ രാവിലെ വരാം മാഷേ. വേണ്ട, പുലർച്ചയ്ക്ക് മുമ്പേ ഞാൻ യാത്ര തിരിക്കും. ആരെയും എനിക്ക് കാണണമെന്നില്ല. കടപ്പാടില്ല, ബാധ്യതയില്ല, കണക്കുകൾ പറഞ്ഞു തീർക്കാനുമില്ല. ചെല്ലുമോളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ജെയിംസൂട്ടി പോയിട്ടും തുടർന്ന് ഇവിടെ ജോലി തന്നതിന് നന്ദിയുണ്ട്. തോമാച്ചൻ ഒരിക്കലും ഒരു നന്ദി കേട്ടവനല്ല. ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത്. ഒരു ചെറിയ സഹായം കൂടി. എന്താ തോമാച്ച? മകളുടെ വിവാഹം ഏകദേശം നടക്കുന്ന മട്ടുണ്ട്. അവർ ചോദിക്കുന്ന സ്വീകരണം കൊടുക്കാനുള്ള ശേഷിയൊന്നും തോമാച്ചനില്ല. ഒന്ന് മനസ്സ് വെച്ചാ തിരക്കില്ല. 1-2 മാസം സമയമുണ്ട്. നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. തോമാച്ചൻ വിഷമിക്കണ്ട, ഉറപ്പിച്ചോളൂ. ഞാൻ വേണ്ടത് ചെയ്യാം. ഈ ഉപകാരം തോമാച്ചൻ ഒരിക്കലും മറക്കില്ല.
പുലർച്ചയ്ക്ക് മുമ്പേ ഞാൻ യാത്ര തിരിക്കും. ആരെയും എനിക്ക് കാണണമെന്നില്ല. കടപ്പാടില്ല, ബാധ്യതയില്ല, കണക്കുകൾ പറഞ്ഞു തീർക്കാനുമില്ല. ഏറ്റെടുത്ത വേഷം ആടിത്തീർത്ത് ഓരോരുത്തരായി രംഗം വിടുന്നു. അമ്മ, അച്ഛൻ, ജെയിംസ്, പിന്നെ ഇപ്പോഴിതാ മാഷ്. മനസ്സ് വേദനിക്കുമ്പോഴെല്ലാം ഓടിച്ചെല്ലാൻ, ആശ്വാസം നേടാൻ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം, അതും നഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അരുന്ധതിയുടെ ഫീലിങ്സ്. തയ്യാറുണ്ടോ ഒരു നടുക്കത്തിന്? ഉണ്ണി വീണ്ടും വിവാഹിതനാവുന്നു. വധു മുല്ലയ്ക്കലെ അമ്മു, അമ്മുക്കുട്ടി എന്ന അരുന്ധതി. ഇങ്ങനെ ഒന്ന് കേൾക്കാൻ കാതോർത്ത് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റാർക്കും കടക്കാനാവാത്ത വിധം മനസ്സിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ഒരു കിളിവാതിൽ ഉണ്ണിക്കായി മാത്രം തുറന്നിട്ട് കാത്തിരുന്ന കാലം. എല്ലാം നഷ്ടപ്പെട്ടു. യു ആർ ലേറ്റ് ഉണ്ണി, ടു ലേറ്റ്. ഇന്നത്തെ അരുന്ധതിയെ പറ്റി ഉണ്ണിക്കൊന്നും അറിയില്ല. മുല്ലയ്ക്കൽ അമ്മുക്കുട്ടി ഇന്ന് നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയാണ്. എ റെപ്യൂട്ടഡ് വൺ. ചീപ്പ് സിമ്പതിക്കോ നടുക്കത്തിനു വേണ്ടി പറഞ്ഞതല്ല, ഒരു സത്യം. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ പലതും ഞാൻ കണ്ടു. അധികം ആരും കാണാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത ലോകം. പലരുമായി പങ്കിട്ട ദിനരാത്രങ്ങൾ. ഒടുവിൽ ജെയിംസിനെ പരിചയപ്പെട്ടു. പലരിൽ ഒരാളായി കടന്നു വന്ന ആരൊക്കെയോ ആയി തീർന്ന ജെയിംസ്. മനസ്സിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ കുറിച്ചിട്ടൊരധ്യായം. തോന്നിയിട്ടില്ല ഇടയ്ക്കെങ്കിലും ഒരു ലൈഫ് പാർട്ട്ണർ, അങ്ങനെ ഒരു ആശയം? ഒരുപാട് കേട്ട ചോദ്യം, ഒരേ ഒരു ഉത്തരം. എനിക്ക് ഈ പാർട്ട്ണർഷിപ്പ് പരിപാടിയിൽ യാതൊരു വിശ്വാസവും. കാരണമുണ്ട്. ഞാൻ കൂട്ടുചേർന്ന് ഒരുപാട് ബിസിനസ് ചെയ്തു, എല്ലാം പൊളിഞ്ഞു പാളീസായി. അന്ന് നിശ്ചയിച്ചു ലൈഫിലും പാർട്ട്ണർഷിപ്പ് വേണ്ട. വിവാഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പായി കാണാമോ? സംശയം എന്ത്? വിവാഹത്തിനും ഉണ്ടല്ലോ ഒരു സൈലന്റ് എഗ്രിമെന്റ്. താലി കെട്ടും പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. പോകെ പോകെയല്ലേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം പൊന്തി വരുന്നത്. 5 മണിക്ക് വീട്ടിലെത്തണം. ഇന്നെന്തിനാ ഇത്രയും കുടിച്ചത്? നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ല. എനിക്ക് ഈ എഗ്രിമെന്റ് ഒന്നും പറ്റില്ലടോ. പെക്യുലിയർ. ജീവിച്ചിരിക്കുമ്പോ കാഴ്ച ബംഗ്ലാവിലും മരിച്ചു കഴിഞ്ഞ മ്യൂസിയത്തിലും പ്രദർശിപ്പിക്കേണ്ട. എന്താണ് വിളിക്കണ്ടേ? പെട്ടെന്നൊരു ഓമന പേര് മനസ്സിൽ വരുന്നില്ലെങ്കിൽ എനിക്കൊരു സജഷൻ ഉണ്ട്. വിളിച്ചോളൂ, ജന്തു. ഡോ, ഇന്നലെ ഒരു അപകടം സംഭവിച്ചു. എന്താ? പുത്തമ്പരക്കലെ ജെയിംസ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കാണുന്നതിൽ എന്താ ഇത്ര അപകടം? ഞാൻ സ്വപ്നം കാണുന്നതിൽ ചെറിയൊരു അപകടം. 5ാം ക്ലാസ്സിൽ എത്തുന്നവരെ ഞാൻ പതിവായി സ്വപ്നം കാണുകയും സ്വപ്നം കണ്ട് ബെഡിൽ മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന ശീലക്കാരനായിരുന്നുവെന്ന് അഹായ പറയാറുണ്ട്. ഭാഗ്യത്തിന് 2ാമത് പറഞ്ഞാൽ സംഭവിച്ചില്ലെന്ന് മാത്രം. ആരെയാ കണ്ട സ്വപ്നത്തില്? അവിടെയാണ് അതിന്റെ ബ്യൂട്ടി. എന്റെ ഇടതുവശത്ത് ഇപ്പൊ ഇരിക്കുന്ന കവിതയെ സ്നേഹിക്കുന്ന ഒരു ജന്തുവിനെ. Good evening, boss. Good evening. Number 27 down, the Arundhati Express is late. 15 hours, 32 minutes and 45 seconds. So, Miss Arundhati മേനോന്റെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ഞങ്ങൾ അണങ്ങിയും പിണങ്ങിയും കഴിയുന്ന പഴയ സുഹൃത്തുക്കളാണ്, അല്ലേ ദോസ്? ഇന്ന് ഞങ്ങൾക്ക് ചില കണക്കുകൾ പറഞ്ഞു തീർക്കേണ്ട ദിവസമാണ്. ഇതിൽ 2 സ്ഥാനങ്ങൾ മിസ് മേനോന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. Either join with us to avoid a scene or be a referee. Choice is yours. Please. Basically, ഞാനൊരു സമാനപ്രിയനാണ്.
but there are limits. So, won't you please step into my wagon? Come on, please.